ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ശ്രീകുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ നവാഹത്തിനോടനുബന്ധിച്ച് നടക്കുന്ന കുമാരി പൂജയുടെ വീഡിയോസാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു. വിദ്യയും വിജയവും ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് കല്യാണി എന്നുള്ള ഭാവത്തെ പൂജിക്കുന്നത്. അടുത്തത് രോഹിണി എന്നുള്ള ഭാവത്തെ പൂജിക്കുന്നത് രോഗങ്ങൾ ഇല്ലാതെ, രോഹിണി രോഗനാശിനി എന്നാണ്. രോഗങ്ങളില്ലാതെയായി തീരാൻ രോഹിണി എന്നുള്ള ഭാവത്തെ നമ്മൾ പൂജിക്കുന്നു. അടുത്തത് കാളിയെ പൂജിക്കുന്നത് നമ്മുടെ ഉള്ളിലും മറ്റുള്ളവരുടെ ഉള്ളിലുമുള്ള ശത്രുത നാശത്തിനാണ്. അപ്പൊ നമ്മൾ ശത്രുനാശം എന്ന് പറയാറുണ്ട് അല്ലേ? പറയാറില്ലേ? ശത്രു എന്താണ്? ശത്രു സംഹാരം അല്ലേ? ശരിക്കും ശത്രു സംഹാരമല്ല, പിന്നെന്താണ്? ശത്രുതാ സംഹാരമാണ് ശരിക്കും. അതിനെ നമ്മൾ ഒരു താ ഒഴിവാക്കി എന്നിട്ട് താ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ശത്രുത ആണ് സംഹരിക്കപ്പെടേണ്ടത്. ശത്രുത ഇല്ലാതെയായിട്ട് തീരാനാണ് ഇവിടെ ആരായിരിക്കണത്? ശ്രീഭദ്രകാളിയായി കുടുംബക്കാവിലമ്മയായിട്ടുള്ള ശ്രീകുറുമ്പ ഭഗവതിയായിട്ടുള്ള ആ അമ്മയെ പൂജിക്കുന്നത് ശത്രുതാനാശത്തിനായിട്ടാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ മറ്റൊരാളിലേക്കോ മറ്റൊരാളുടെ ഉള്ളിൽ നമ്മളിലേക്കോ ഉള്ളതായിട്ടുള്ള ശത്രുത ഇല്ലാതെയായിട്ട് തീരണം. അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ശത്രുത ഉണ്ടതാണ്. അത് താൻ വെറുതെ പറയപ്പോ ആൾക്കാര് അല്ലേ? ഉടൻ തന്നെ ഇവിടെ പൂജ ആരംഭിക്കാം. ആദ്യം കുട്ടികളെ കാല് കഴുകിച്ച് പൂജിച്ച് അവരെ അലങ്കരിച്ച് പുഷ്പങ്ങളൊക്കെ സമർപ്പിച്ച് ധൂപദീപാദികളോടുകൂടി ആ പൂജാവിധി പ്രകാരം ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് വിളമ്പി, അവർക്ക് ദേവിക്ക് നിവേദിച്ചുകൊണ്ട് അവർക്കത് വിളമ്പി കൊടുത്ത് ആ കുട്ടികളെ നമ്മൾ സന്തോഷിപ്പിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക. ഉള്ളിൽ ഇരിക്കുന്നവരൊക്കെ നാമം ജപിക്കുക. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. അമ്മേ നാരായണ. എല്ലാവരും ലക്ഷ്മി ആദീനപിചം ദേവാംസ്താൻ കുമാരീം പൂജയാമ്യഹം. കുമാരീം പൂജയാമ്യഹം. കുമാരീം പൂജയാമ്യഹം. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ ജയ. അമ്മേ നാരായണ. രണ്ടാമത്തെ ഭാവത്തെയാണ് ഇവിടെ ത്രിമൂർത്തി എന്നുള്ള ഭാവത്തെയാണ് ഇനി പൂജിക്കുന്നത്. ആ ശ്ലോകം ചൊല്ലിത്തരാം, ശ്രദ്ധയോടുകൂടി ചൊല്ലുക. സത്വാദിഭി ത്രിമൂർത്തിരിയാം തൈർഹി നാനാസ്വരൂപിണി ത്രികാലവ്യാപിനി ശക്തി ത്രിമൂർത്തിം പൂജയാമ്യഹം. സത്വാദിഭി ത്രിമൂർത്തിരിയാം തൈർഹി നാനാസ്വരൂപിണി ത്രികാലവ്യാപിനി ശക്തി ത്രിമൂർത്തിം പൂജയാമ്യഹം. ത്രിമൂർത്തി എന്നുള്ള ഭാവമാണ് ഇപ്പോൾ പൂജിക്കാൻ ആരംഭിച്ചിരിക്കുന്നത്. ആ ശ്ലോകം ചൊല്ലിത്തരാം. കല്യാണകാരിണീ നിത്യം, കല്യാണകാരിണീ നിത്യം, ഭക്താനാം പൂജിതാനിശം, പൂജയാമി ശതാം ഭക്ത്യാ കല്യാണീം സർവകാമദാം. കല്യാണകാരിണീ നിത്യം
ഭക്താനാം പൂജിതാനിശം പൂജയാമി ച താം ഭക്ത്യാ പൂജയാമി ച താം ഭക്ത്യാ കല്യാണീം സർവകാമദാം കല്യാണീം സർവകാമദാം കല്യാണീം ആണ് ആ ശ്ലോകം ചൊല്ലാം. രോഹയന്തി ചാം രോഹയന്തി ച ബീജാനി ബീജാനി പ്രാഗ്ജന്മ പ്രാഗ്ജന്മ സഞ്ചിതാനി വൈ സഞ്ചിതാനി വൈ യാ ദേവി യാ ദേവി സർവഭൂതാനാം സർവഭൂതാനാം രോഹിണീം രോഹിണീം പൂജയാമ്യഹം പൂജയാമ്യഹം രോഹയന്തി ചാം രോഹയന്തി ച ബീജാനി ബീജാനി പ്രാഗ്ജന്മ പ്രാഗ്ജന്മ സഞ്ചിതാനി ചാം സഞ്ചിതാനി ച യാ ദേവി യാ ദേവി സർവഭൂതാനാം സർവഭൂതാനാം രോഹിണീം രോഹിണീം പൂജയാമ്യഹം പൂജയാമ്യഹം ആയിട്ടുള്ള സാക്ഷാൽ ഭദ്രകാളി ഭാവത്തിലാണ് പൂജ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധയോടുകൂടി ഏറ്റു ചെല്ലുക. കാലോ കാലയതേ സർവം കാലോ കാലയതേ സർവം ബ്രഹ്മാണ്ഡം സചരാചരം ബ്രഹ്മാണ്ഡം സചരാചരം കൽപ്പാന്ത സമയേ യാതാം കൽപ്പാന്തസമയേ യാതാം കാളികാം പൂജയാമ്യഹം പൂജയാമ്യഹം കാലോ കാലയതേ സർവം കാലോ കാലയതേ സർവം ബ്രഹ്മാണ്ഡം സചരാചരം ബ്രഹ്മാണ്ഡം സചരാചരം കൽപ്പാന്ത സമയേ യാതാം കൽപ്പാന്തസമയേ യാതാം കാളികാം പൂജയാമ്യഹം കാളികാം പൂജയാമ്യഹം അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ ജയ അംബേ നാരായണ ഭാവമാണ്. ആ ചണ്ഡികാഭാവത്തെ പൂജിക്കുന്ന സമയത്ത് അടുത്ത ശ്ലോകം ഇവിടെ ചൊല്ലിത്തരാം. എല്ലാവരും പേര് ചൊല്ലുക. ചണ്ഡികാം ചണ്ഡികാം ചണ്ഡരൂപാം ച ചണ്ഡരൂപാം ച ചണ്ഡമുണ്ഡവിനാശിനീം ചണ്ഡമുണ്ഡവിനാശിനീം താം താം ചണ്ഡപാപഹാരിണീം ചണ്ഡപാപഹാരിണീം ചണ്ഡികാം പൂജയാമ്യഹം ചണ്ഡികാം പൂജയാമ്യഹം ചണ്ഡികാം ചണ്ഡികാം ചണ്ഡരൂപാം ച ചണ്ഡരൂപാം ച ചണ്ഡമുണ്ഡവിനാശിനീം ചണ്ഡമുണ്ഡവിനാശിനീം താം താം ചണ്ഡപാപഹാരിണീം ചണ്ഡപാപഹാരിണീം ചണ്ഡികാം ചണ്ഡികാം പൂജയാമ്യഹം പൂജയാമ്യഹം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ ജയ അമ്മേ നാരായണ ദേവി അതെ ആ സ്വരൂപമാണ്. ആ ശാംഭവി ദേവിയുടെ മന്ത്രം ചൊല്ലിത്തരാം. അകാരണാൽ അകാരണാൽ സമുൽപത്തി സമുൽപത്തി എന്മയേ യന്മയേ പരികീർത്തിതാം പരികീർത്തിതാം യസ്യാസ്താം യസ്യാസ്താം സുഖദാം ദേവീം സുഖദാം ദേവീം ശാംഭവീം ശാംഭവീം പൂജയാമ്യഹം പൂജയാമ്യഹം അകാരണാൽ അകാരണാൽ സമുൽപത്തി സമുൽപത്തി യന്മയേ യന്മയേ പരികീർത്തിതാം പരികീർത്തിതാം യസ്യാസ്താം യസ്യാസ്താം സുഖദാം ദേവീം സുഖദാം ദേവീം ശാംഭവീം ശാംഭവീം പൂജയാമ്യഹം പൂജയാമ്യഹം ശാംഭവീം ശാംഭവീം പൂജയാമ്യഹം പൂജയാമ്യഹം ശാംഭവീം ശാംഭവീം പൂജയാമ്യഹം പൂജയാമ്യഹം സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ ജഗദംബികായേ നമഃ. എട്ടാമത്തെ ഭാഗമാണ് ദുർഗ എന്നുള്ള ആ ഭാഗത്തിലാണ് പൂജിക്കുന്നത്. ദുർഗായത്രായതി ദുർഗാത്രായതി ഭക്തം യാം ഭക്തം യാം സദാ ദുർഗതിനാശിനി ഗതിനാശിനി ദുർഗേയാ ദുർഗേയാ സർവദേവാനാം സർവദേവാനാം താം ദുർഗാം താം ദുർഗാം പൂജയാമ്യഹം. പൂജയാമ്യഹം ദുർഗാത്രായതി ദുർഗാത്രായതി ഭക്തം യാം ഭക്തം യാം സദാ ദുർഗതിനാശിനി സദാ ദുർഗതിനാശിനി ദുർഗേയാം ദുർഗേയാ സർവദേവാനാം സർവദേവാനാം താം ദുർഗാം താം ദുർഗാം പൂജയാമ്യഹം. പൂജയാമ്യഹം ദുർഗാത്രായതി ദുർഗാത്രായതി ഭക്തം യാം ഭക്തം യാം സദാ ദുർഗതിനാശിനി സദാ ദുർഗതിനാശിനി ദുർഗേയാം ദുർഗേയാ സർവദേവാനാം സർവദേവാനാം ദേവീ നമഃ. ദുർഗാദേവീ നമഃ. അവസാനത്തെ ആ ഒമ്പതാമത്തെ ഭാവമാണ് ഇനി സുഭദ്ര എന്നുള്ള ഭാവത്തിലാണ് പൂജിക്കുന്നത്. ഒമ്പതാമത്തെ ആ ദേവീഭാവത്തെ മന്ത്രത്തോടു കൂടി നമുക്ക് പൂജിക്കാം.
സുഭദ്രാണി ച സുഭദ്രാണി ച ഭക്താനാം ഭക്താനാം കുരുതേ കുരുതേ പൂജിതാ സദാ പൂജിതാ സദാ അഭദ്രനാശിനീം അഭദ്രനാശിനീം ദേവീം ദേവീം സുഭദ്രാം സുഭദ്രാം പൂജയാമ്യഹം പൂജയാമ്യഹം സുഭദ്രാണി ച സുഭദ്രാണി ച ഭക്താനാം ഭക്താനാം കുരുതേ കുരുതേ പൂജിതാ സദാ പൂജിതാ സദാ അഭദ്രനാശിനീം അഭദ്രനാശിനീം ദേവീം ദേവീം സുഭദ്രാം സുഭദ്രാം പൂജയാമ്യഹം പൂജയാമ്യഹം സുഭദ്രാണി ച പറയൂ കുമാരി പൂജ. അപ്പൊ അതാണ് ഈ കുമാരി പൂജ ചണ്ഡികാഹോമത്തേക്കാൾ പ്രധാനമായിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് മൂകാംബിക ദേവിയെ സ്തുതിച്ച് നാമം ജപിച്ചുകൊണ്ട് ഇതൊക്കെ ഈ കുമാരി പൂജ അവിടെ അവരൊക്കെ വിളമ്പി കൊടുക്കുക. ആ വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ദേവിക്ക് നിവേദിക്കുന്നതോടുകൂടി തന്നെ അവർക്ക് കഴിക്കാം. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ കഴിച്ച് അതിനുശേഷം ദീപാരാധനയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് കുട്ടികളെയും शरणं मे तव चरणयुगं जय जय हे महिषासुरमर्दिनि शरणं मे तव चरणयुगं राधारमण मुकुन्द मुरारे शरणं मे तव चरण काली महेश्वरि पार्वती भैरवि शरणं मे तव चरणयुगं कौमारी शिवशङ्करि भास्वरि शरणं मे तव चरणयुगं भास्करि शरणं मे तव चरणयुगं राधारमण मुकुन्द मुरारे शरणं मे तव चरणयुगं राधारमण मुकुन्द मुरारे शरणं मे तव चरणयुगं काली महेश्वरि पार्वती शङ्करि शरणं मे तव चरणयुगं जय जय हे महिषासुरमर्दिनि 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 शरणं मे तव चरणयुगं शरणं मे तव शरणयुगं